ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഗുൽസാർ. നമ്മളെങ്ങനെയാണ് ഇംഗ്ലീഷിൽ എനിക്കൊരു കാറുണ്ട് എന്നെങ്ങനെ പറയാ, അല്ലെങ്കിൽ എനിക്കൊരു മകളുണ്ട്, എനിക്കൊരു മകനുണ്ട്, എനിക്കെന്തോ ഒരു സാധനം ഉണ്ട് എന്നൊക്കെ നമ്മളെങ്ങനെ ഇംഗ്ലീഷ് പറയാം? ഇന്ന് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇംഗ്ലീഷിൽ എനിക്കൊരു കാര്യം ഉണ്ട് എന്ന് പറയാൻ, എനിക്കൊരു കാര്യമുണ്ട് അല്ലേ, എൻ്റെതാണ്, എനിക്കൊരു കാര്യം ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഇംഗ്ലീഷിൽ ഹാവ് ഹാസ് ആണ് ഉപയോഗിക്കുക. നിങ്ങൾ മുമ്പേ കേട്ടിട്ടുണ്ടാവും, ഹാവ് ഹാസ് ആണ്. പക്ഷേ എപ്പോൾ ഹാസ് ഉപയോഗിക്കണം, എപ്പോൾ ഹാവ് ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നതാണ്. എവിടെ എത്ര പഠിച്ചാലും നമുക്ക് ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. വീണ്ടും നമ്മളത് മറന്നു പോകും. എവിടെയൊക്കെയാണ് ഹാവ് ഉപയോഗിക്കുക, എവിടെയൊക്കെയാണ് ഹാസ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഹാസും ഹാവും ഉപയോഗിക്കുക എന്നുള്ളത്. ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. എനിക്കൊരു കാറുണ്ട് എന്നെങ്ങനെ പറയും? എനിക്ക് ഒരു കാറുണ്ട്. ഐ ഹാവ് എ കാർ. ഐ ഹാവ് എ കാർ. അപ്പോൾ എപ്പോൾ ഹാവ് ഉപയോഗിക്കണം, എപ്പോൾ ഹാസ് ഉപയോഗിക്കണം? നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ, ഒരു ഷോർട്ട് ഫോം അയ്യോ ദേവി. സബ്ജക്ട്സ് ഐ യു ദേ വി. ഇതിൽ നാലെണ്ണത്തിൽ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാവ് ഉപയോഗിക്കും. അപ്പോൾ എനിക്കൊരു കാറുണ്ടെന്ന് എങ്ങനെ പറയാ? ഐ ഹാവ് എ കാർ. ഐ ഹാവ് എ കാർ. എനിക്ക് ഒരു കാറുണ്ട്. ദേ ഹാവ് എ കാർ. അവർക്ക് ഒരു കാറുണ്ട്. വി ഹാവ് എ കാർ. നമുക്കൊരു കാറുണ്ട്. യു ഹാവ് എ കാർ. നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാറുണ്ട്. അപ്പോൾ ഐ യു ദേ വി ഈ സബ്ജക്ട്സ് വരുന്ന സ്ഥലത്താണ് നമ്മൾ ഹാവ് ഉപയോഗിക്കുന്നത്. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഹാസ് ഉപയോഗിക്കണം. അതെവിടേക്കാണ്? ഹി, ഷീ, ഇറ്റ്, ആലിയ. ഈ 4 സബ്ജക്ട്സ് വരുമ്പോഴാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ പറയാൻ നോക്കാം? ഹി ഹാസ് എ കാർ. ഹി ഹാസ് എ കാർ. അവൻക്കൊരു കാറുണ്ട്. ഷീ ഹാസ് എ കാർ. അവൾക്ക് ഒരു കാറുണ്ട്. ഇറ്റ് ഹാസ് എ കാർ. ഇതിന് ഒരു കാറുണ്ട്. ആലിയ ഹാസ് എ കാർ. ആലിയക്കൊരു കാറുണ്ട്. ഈസി അല്ലേ? എത്ര കാലമായി നമ്മൾ ഹാസും ഹാവും പഠിക്കുന്നു. ഇത് ഇത്രയും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നോ?